ഇന്നുണ്ടല്ലോ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചു പുറത്തേക്ക് പോയിട്ട് വരാൻ കേട്ടാ. അപ്പോൾ ആൻറ്റിക്കാണെങ്കിൽ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ ഞങ്ങൾ തൃശ്ശൂർക്ക് വിട്ടു. ആൻറ്റി പിന്നെ സാരിയും കാര്യങ്ങളൊക്കെ നേരെ കല്യാണി നാട്ടെടുക്കുള്ളൂ. അപ്പം നേരെ കല്യാണിക്ക് ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ. അപ്പം മോരുവെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോരുവെള്ളം കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ നേരെ സാരി ബ്ലോക്കിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. മിറർ കണ്ട പറയണ്ട, പിന്നെ എൻ്റെ ഷോ അങ്ങോട്ട് തുടങ്ങും. ഞാൻ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പിൽ വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്കും സാരിയൊക്കെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ആൻറ്റിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ സാരി കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ക്യൂനിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റീരിയലൊക്കെ ക്യൂനിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടെ അടിപൊളി മെറ്റീരിയൽ. പിന്നെ നേരെ വിട്ടത് പറവട്ടാനുള്ള ഭാവനയിലായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് സാരി നോക്കി, പക്ഷേ അവിടെ നിന്ന് കിട്ടിയൊന്നുമില്ല. കത്തി റേറ്റ് ആയതുകൊണ്ട് അവിടെ നൈസായിട്ടൊന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ വിശപ്പിൻ്റെ വിളി അങ്ങോട്ട് തുടങ്ങിയില്ലേ. അപ്പോൾ നേരെ സെലക്സ് മാളിൽ KFC ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് തട്ടാന്ന് വിചാരിച്ച് നേരെ അവിടേക്ക് പോയി. സാധനം ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാ സംഭവം കഴിഞ്ഞതെന്ന് ഓർമ്മയില്ല. എപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് സാധനം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയത് വടക്കേ സ്റ്റാൻഡിലേക്കായിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്നല്ലേ ബസ് കിട്ടുക. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിച്ചപ്പോൾ കുറച്ചും കൂടി അപ്പോൾ ഒരു ആശ്വാസം കിട്ടി. നല്ല തണവുണ്ടായിരുന്നു. പിന്നെ പോയത് വീട്ടിലേക്കായിരുന്നു കേട്ടോ. ബസ്സൊക്കെ കിട്ടി. ചെറുതായിട്ട് തിരക്കണമെന്ന്, പക്ഷെ നമുക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടാ. വീട്ടിലെത്തിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു. ഒന്ന് കുളിച്ച് കയറി കിടന്നാൽ മതി എന്നായിരുന്നു.